എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കുറുമയാണ്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് 4 മുട്ടയാണ്. ആദ്യം മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് മാറ്റിവെക്കുക. ഇനി കുറുമ ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 4 വെളുത്തുള്ളി അല്ലി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഇത് രണ്ടും കൂടിയിട്ട് തക്കാളി വേഗം വരെ നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയുടെ 2/2 പാൽ 1 കപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി 5 മിനിറ്റ് വേവിക്കുക. മസാല വെന്ത് കഴിയുമ്പോൾ 1/2 കപ്പ് 1/4 പാൽ ചേർത്ത് ഇളക്കി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട 2ആയിട്ട് മുറിച്ചിടുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കി ഗ്യാസ് ഓഫ് ചെയ്യുക. കറി തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.